വികസന തീരുമാനത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള യോഗങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും സംഘടിപ്പിക്കുന്നത്. അതിൽ ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ സ്ഥലങ്ങളിലും ഇത്തരം യോഗങ്ങൾ സംഘടിപ്പിക്കണമെന്ന് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി 2 പ്രധാനപ്പെട്ട വാർത്താസമ്മേളനങ്ങൾ നടത്തി വിശദീകരിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാർത്താസമ്മേളനങ്ങൾ ഇതിനു മുമ്പ് നമ്മൾ കൃത്യമായി കണ്ടത് ഒന്ന് വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്തും മറ്റ് കൊറോണ സമയത്തുമാണ് കൃത്യമായ അപ്ഡേഷനിൽ അദ്ദേഹം വാർത്താസമ്മേളനം നടത്തിയത്. എന്നാൽ ഇന്ന് നമ്മൾ ഏവരും ഓരോ ദിവസവും ഒരിക്കലും കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത ഓരോ വാർത്തകൾ ഈ ലഹരിയുമായി, തെറ്റായ ലഹരിയുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇത് പുതിയ തലമുറയെ ഏറ്റവും ദോഷകരമായി ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം എന്ന നിലയിൽ എല്ലാ ആളുകളും, അതിൽ ഇന്ന വിഭാഗമെന്നില്ല, കാരണം ഏതൊരു വിഭാഗത്തിനും ആളുകളെ വേണമെങ്കിൽ ഈ പറയുന്ന പോലെ സ്വബോധമുള്ള നല്ല മാനസികാരോഗ്യമുള്ള ജനങ്ങൾ, യുവാക്കൾ, യുവതികൾ നമ്മുടെ നാട്ടിൽ വേണം ഏതൊരു സംഘടനയ്ക്കും. ആ അർത്ഥത്തിൽ അതിന് വളരെ അധികം ശോഷണം വരും. ഇനിയുള്ളൊരു തലമുറ ഈ പറഞ്ഞതുപോലെ മനോവൈകല്യങ്ങളുള്ള, മനോരോഗികളായിട്ടുള്ള ആളുകളുടെ ഒരു കൂട്ടമാണ് ഇനി ഉണ്ടാവുക എന്ന ഒരു ദീർഘവീക്ഷണത്തിൻ്റെയും കൂടി അടിസ്ഥാനത്തിലാണ് എക്സൈസ് വകുപ്പ് ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ഇപ്പോൾ വായനശാലകളാണെങ്കിലും മത സംഘടനകളാണെങ്കിലും മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണെങ്കിലും എല്ലാം ഈ വിഷയം ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഈ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിട്ടൊക്കെ ഉണ്ടെങ്കിൽ തന്നെ വീണ്ടും വീണ്ടും ഇത്തരം കേസുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, വിഷയങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് നമ്മളെ ഭയപ്പെടുത്തുന്നത്. നമുക്കറിയാം, കേരളത്തിലെ ഏകദേശം 3.25 കോടി ജനങ്ങളിൽ പകുതിയിലധികം സ്ത്രീകളാണ്. അപ്പോൾ ബാക്കി വരുന്ന സ്ത്രീകളിൽ വളരെ ചെറു ന്യൂനപക്ഷവും ബാക്കി വരുന്ന പുരുഷന്മാരിലെ ഒരു ചെറു ന്യൂനപക്ഷത്തിനും വേണ്ടിയാണ് ഈ കിലോ കണക്കായിട്ടുള്ള, ടണ്ണ് കണക്കായിട്ടുള്ള ലഹരി പദാർത്ഥങ്ങൾ ഈ കൊച്ചു കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ഈ പറയുന്ന പോലുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. വീട്ടിൽ രക്ഷിതാക്കളുണ്ട്, നാട്ടിൽ നിയമ സംവിധാനങ്ങൾ നോക്കാൻ പോലീസുണ്ട്, ഇത്തരം കാര്യങ്ങൾ നോക്കാൻ ഞങ്ങളുണ്ട്. അങ്ങനെ പല തരത്തിലുമുള്ള സന്നദ്ധ സംഘടനകളുണ്ട്, രാഷ്ട്രീയ സംഘടനകളുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും നമ്മുടെ നാട്ടിൽ, നമ്മുടെ കൺമുന്നിൽ ഇത്തരം വിഷയങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാകുന്നു. ഒരിക്കലും കേൾക്കാനോ കാണാനോ സംഭവിക്കാനോ പാടാത്ത കാര്യങ്ങളായി വീണ്ടും വീണ്ടും ഇത് നടക്കുമ്പോൾ ഇനിയുള്ളൊരു കാലം ഈ പറയുന്ന പോലെ സുബോധമുള്ള ഒരു തലമുറ നമുക്കുണ്ടാകില്ല. ഒരുപക്ഷെ ഈ നെല്ലിക്കാറ്റി പോലുള്ള നമ്മുടെ തൃത്താല മേഖലയിലെ ഏറ്റവും ഉൾനാട്ടിൽ പോലും ഈ നേരത്തെ ഇവിടെ അദ്ദേഹം സംസാരത്തിൽ പറഞ്ഞതുപോലെയുള്ള ഭ്രാന്തൻ മരുന്നുകളുടെ സാന്നിധ്യം എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ തൃത്താല എക്സൈസിനെ സംബന്ധിച്ച് 2014 അല്ലെങ്കിൽ 15-16 ശേഷമാണ് ചെറിയ ഒരു കഞ്ചാവ് കേസ് രജിസ്റ്റർ ചെയ്തത്. പക്ഷെ അവിടുന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ എത്രയോ NDPS കേസ്, നാർക്കോട്ടിക് ഡ്രഗ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ഉൾപ്പെടുന്ന ഇത്തരത്തിലുള്ള സിന്തറ്റിക് മരുന്നുകളുടെ, സിന്തറ്റിക് ഡ്രഗ്സിന്റെ കേസുകളുടെ എണ്ണം കൂടുന്നു. ഞങ്ങൾ 2016 മുതൽ ഓരോ വർഷവും ഈ കേസുകൾ ഉണ്ടാകുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പിടികൂടുന്ന കുട്ടികളുടെ പ്രായമാണ് ഞങ്ങളതിനെ കൂടുതൽ വിഷാദര വിഷയത്തിലേക്ക് കൊണ്ടുപോകുന്നത്. കാരണം ഞങ്ങൾക്ക് സ്വാഭാവികമായിട്ടും നമ്മൾക്കും മക്കളുണ്ട്. ഈ പറയുന്ന മരുന്നിനെ കുറിച്ച് എനിക്ക് മുന്നിലിരിക്കുന്ന പലർക്കും അറിയാം. ഭ്രാന്തൻ മരുന്നെന്നാണ് പറയുന്നത്, മാഡ് ഡ്രഗ് എന്നാണ്, എക്സ്റ്റസി എന്നും മോളി എന്നും ഒക്കെ പറയുന്ന, ചികിത്സയ്ക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന, 912 ഒരു ലാബിൽ നിർമ്മിച്ച ചികിത്സാർത്ഥത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന, എന്നാൽ അതിൻ്റെ ഉപയോഗം വളരെ അധികം ശ്രദ്ധയോടെ കടുക് തെറ്റാതെ കൃത്യം അളവിൽ ഉപയോഗിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു മരുന്ന് ഇന്ന് പുതിയ തലമുറയിലെ കുട്ടികൾ മറ്റ് ഒരു പദാർത്ഥങ്ങളും വേണ്ട, ഇത്തരത്തിലുള്ള സിന്തറ്റിക് മരുന്നുകൾ മതി എന്ന് പറഞ്ഞതിൻ്റെ പിറകെ പോകുന്ന സാഹചര്യം. അതിൻ്റെ ഭവിഷ്യത്ത് നമുക്കറിയാം. ഓരോ ദിവസവും മറ്റ് ഒരു തരത്തിലുമുള്ള ലഹരി പദാർത്ഥങ്ങളെയും പോലെയല്ല സിന്തറ്റിക് മരുന്നിൻ്റെ പ്രവർത്തനം. അത് നമുക്കിത് പറയുമ്പോൾ ഒരു പക്ഷേ എത്രമാത്രം നമുക്കറിയാം, നമുക്കെല്ലാവർക്കും അതിനെക്കുറിച്ച് അറിയാം. ഒരു എക്സൈസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ഈ പറയുന്ന പോലുള്ള കാര്യങ്ങളിൽ ഇത് നേരിട്ട് കാണുകയും ഇടപെടുകയും ഇതിൻ്റെ ഭവിഷ്യത്ത് കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ ആവർത്തിച്ച് ഇതിൽപ്പെടുന്ന കുട്ടികളോട്, അവരുടെ രക്ഷിതാക്കളോട് നമ്മൾ ആവർത്തിച്ച് പറയുമ്പോഴും അതിൻ്റെ ഗൗരവം ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളതാണ്. നമ്മളിവിടെ ഈ സദസ്സ് സംഘടിപ്പിക്കുമ്പോൾ പോലും പലർക്കും ഈ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ
അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല. അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല. ഞങ്ങളുടെ മക്കൾ സുരക്ഷിതരാണ്, ഞങ്ങളുടെ മക്കൾ ഇത്തരം കാര്യങ്ങളിൽ ചെന്നപ്പെടുകയില്ല എന്ന ഒരു വിശ്വാസത്തേക്കാൾ ഉപരി ഒരു ഓവർ കോൺഫിഡൻസ് വെച്ച് പുലർത്തുന്ന പല രക്ഷിതാക്കളുമുണ്ട് നമ്മുടെ നാട്ടിൽ. പക്ഷേ ഈ പ്രദേശത്തെ നമ്മുടെ പല കേസുകളിലും ഞങ്ങൾ പിടികൂടിയ ചില കേസുകളിലെ കുട്ടികൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഏറ്റവും സുരക്ഷിതത്വമുള്ള, എല്ലാ അർത്ഥത്തിലും സുരക്ഷിതത്വമുള്ള വീടുകളിലെ മക്കൾ ഉണ്ട് എന്നുള്ളതാണ്. പേരൊന്നും ഞാൻ പറയുന്നില്ല, ആളുകളെ കുറിച്ചും പറയുന്നില്ല. പക്ഷെ അത് കാണുമ്പോൾ നമ്മൾ ആരും സുരക്ഷിതരല്ല എന്നുള്ളതാണ്. അതിന് കാരണം എന്തുകൊണ്ട് നമ്മുടെ കുട്ടികൾ ഇത്തരം അവസ്ഥയിലേക്ക് ചെന്നുപെടുന്നു, ഈ പദാർത്ഥത്തിന്റെ ഈ സാധനത്തിന്റെ പിറകെ പോകുന്നു എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ നമുക്ക് പറയാൻ പറ്റും, അവർ ഇതിന്റെ ഗൗരവം മനസ്സിലാക്കുന്നില്ല. ഇതൊരു വലിയൊരു പ്രയാസം ഉണ്ടാക്കുന്ന, ഭാവിയിൽ ജീവൻ തന്നെ നിരന്തരം ഈ പദാർത്ഥം ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു 10 വർഷം കൊണ്ട് ഇത് ഉപയോഗിക്കുന്ന വ്യക്തി അതിദയനീയമായി മരണപ്പെടുമെന്നുള്ളത് അവർ മനസ്സിലാക്കുന്നില്ല. ചില കാര്യങ്ങളുണ്ടല്ലോ അങ്ങനെ. ആടുജീവിതം സിനിമയിൽ നജീബ് എന്ന് പറയുന്ന കഥാപാത്രം ചിലത് പറയുന്നുണ്ട്. എന്താണ്, നമുക്ക് നേരനുഭവമാകുന്നത് വരെ മറ്റൊരാൾ പറയുന്ന കാര്യം നമുക്ക് വെറും കെട്ടുകഥയാണ്. അതുപോലെയാണ് ഇപ്പോഴത്തെ കുട്ടികളുടെ കാര്യം. ചിലപ്പോഴെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട കുട്ടികളെ അല്ലെങ്കിൽ ചെറുപ്പക്കാരികളെ പിടികൂടി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത്, സാർ ജീവിതം ഒന്നല്ലേ ഉള്ളൂ, ജീവിതം അടിച്ചു പൊളിക്കണം. അവർ പറയണം, വളരെ സിമ്പിളായിട്ട് പറയുന്നു, അടിച്ചു പൊളിക്കണ്ടേ സാർ, ഞങ്ങളോട് പറയണം. എന്നാൽ ഇത് കുറച്ചും കൂടി ഇതിന്റെ ഗൗരവത്തിലേക്ക് കടക്കുമ്പോൾ, പിടികൂടി കുറച്ചു കഴിഞ്ഞ് നിയമപരമായ കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ, അവൻ കുറച്ചധികം സമയം ഞങ്ങളുടെ കസ്റ്റഡിയിൽ ഇരിക്കുമ്പോൾ അപ്പോഴാണ് അവൻ ഇതിന്റെ ഗൗരവം മനസ്സിലാവുന്നത്. ജാമ്യമില്ലാത്ത വകുപ്പ് ചുമത്തപ്പെട്ട് ജയിലിലേക്ക് അയക്കുന്നു. നല്ല വിദ്യാഭ്യാസമുള്ള രക്ഷിതാക്കൾ, നല്ല വെൽ സെറ്റപ്പ് ആയിട്ടുള്ള അമേരിക്കയിലോ അല്ലെങ്കിൽ വിദേശത്തോ നല്ല ജോലി ചെയ്യുന്ന രക്ഷിതാക്കളുടെ മക്കൾ, അവർക്ക് പിന്നീട് കുറച്ചധികം സമയം ഞങ്ങളുടെ കസ്റ്റഡിയിൽ ഇരിക്കുമ്പോൾ ഈ സാധനം കിട്ടാതെയാകുമ്പോൾ ഉണ്ടാകുന്ന വിക്ഷോഭങ്ങൾ, നമ്മളതിന് വിഡ്രോവൽ സിംറ്റംസ് എന്ന് പറയും. ഇതെല്ലാം കാണേണ്ടവരാണ്. കഴിഞ്ഞ ദിവസം കുറച്ച് കഞ്ചാവുമായിട്ട് പാലക്കാട് ഞങ്ങളുടെ സ്കൂളിൽ, ഞാനിപ്പോൾ ജോലി ചെയ്യുന്ന സ്കൂളിലെ ഒരു 26 വയസ്സുള്ള ചെറുപ്പക്കാരനെ പിടികൂടി. അപ്പൊ പിടികൂടുന്ന സമയത്ത് വലിയ കുഴപ്പമൊന്നുമില്ല, ആൾ വളരെ എനർജറ്റിക്കായി നിൽക്കുന്നു, ഇരിക്കുന്നു, കാര്യങ്ങളോട് പ്രതികരിക്കുന്നു, ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നു. കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ഈ ചെറുപ്പക്കാരന്റെ ഭാവം മാറുന്നത്, ഒരുപക്ഷെ നമ്മൾ പത്രത്തിലും ടി വിയിലും അല്ലെങ്കിൽ പാഠപുസ്തകത്തിലൊക്കെ പഠിച്ച വിഡ്രോവൽ സിംറ്റംസ് എന്ന് പറയുന്ന ആ കാര്യം വളരെ കൃത്യമായി ഞങ്ങൾ കാണുന്നു. കൈവലങ്ങ് വെച്ച ആ ചെറുപ്പക്കാരൻ, 26 വയസ്സുള്ള ചെറുപ്പക്കാരൻ, ശരിക്കും നമ്മൾ ഈ പറഞ്ഞതുപോലെ ഈ അമേരിക്കയിലും അതുപോലെ തന്നെ ബ്രസീലിലും ഒക്കെ ഞാൻ വായിച്ചു കേട്ടിട്ടുണ്ട്, സോംബി ഡ്രഗ്സ് എന്ന് പറയുന്ന അതിമാരകമായ മയക്കുമരുന്ന് ഉപയോഗിക്കുകയും വളരെ ഭീകരമായ രൂപത്തിൽ പെരുമാറുകയും ശരീര വിക്ഷോഭങ്ങളൊക്കെ കാണിക്കുന്ന ചില ചിത്രങ്ങളും വീഡിയോസും ഒക്കെ കണ്ടിട്ടുണ്ട്. അമേരിക്കയിലെ ഏതൊരു സംസ്ഥാനത്തിന്റെ ഒരു തെരുവിൽ ഇത്തരം മയക്കുമരുന്നുകൾ ഉപയോഗിച്ച് കിടക്കുന്ന, ആടുന്ന, ചാടുന്ന അല്ലെങ്കിൽ വളരെ ഭീകരമായ അവസ്ഥകൾ കാണിക്കുന്ന തെരുവുകളുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് ഈ വിഷയം നടക്കുന്നത് മറ്റു സംസ്ഥാനത്ത്, മറ്റു രാജ്യത്താണെന്നാണ്. പക്ഷെ ഇവിടെ നമ്മുടെ കൺമുന്നിൽ 26 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ഈ പറയുന്ന പോലെ അത്യാവശ്യം 4-5 വർഷങ്ങൾക്ക് മുൻപ് മുതൽ തുടങ്ങിയ ശീലം ഈ പറയുന്ന ഏറ്റവും മാരകമായ സിന്തറ്റിക് ഡ്രഗ്സിലേക്ക് എത്തി അവൻ്റെ ആ വിഡ്രോവൽ സിംറ്റംസ് കാണുമ്പോൾ അവൻ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്നത് സാറന്മാർക്ക് പണി തരുമെന്നാണ്. എന്താ പണി തരുന്നത്? കൈവിലങ്ങുകൾ കൊണ്ട് സ്വന്തം ശിരസ് തല്ലിപ്പൊടിക്കാൻ ശ്രമിക്കുന്നു. ഞങ്ങൾ സംരക്ഷിക്കപ്പെട്ടുള്ള അവനെ കിടത്തിയിട്ടുള്ള സെല്ലിനകത്തെ ആ ഉരുക്ക് കമ്പികളിൽ അവന്റെ തല ഇടിച്ചു പൊളിക്കാൻ ശ്രമിക്കുന്നു. അല്ലെ, ഏറ്റവും വയലന്റ് ആയ രൂപത്തിൽ ഈ 26 വയസ്സുകാരൻ പെരുമാറുമ്പോൾ 4 പേര് ചേർന്ന് നിന്ന് അവനെ സമാധാനപ്പെടുത്തി ഒരു വിധം നോർമലാക്കാൻ പെടുന്ന പാട്. ഇത് ഒരു കേസിന്റെ ഭാഗമായിട്ട് മാത്രം സംഭവിക്കുന്നതാണ്. എന്നാൽ തിരിച്ച് സംഭവിക്കുന്നത് എന്താണ്? ഇത്തരം കാര്യങ്ങൾ നമ്മുടെ കൺമുന്നിൽ നടക്കുന്നു. തൊട്ടടുത്ത് പെരിന്തൽമണ്ണയിൽ അങ്ങാടിപ്പുറത്ത് ഇതേപോലെ ഒരു ചെറുപ്പക്കാരൻ, 22 വയസ്സുള്ള ചെറുപ്പക്കാരൻ, അല്ലെ, ഈ പറയുന്ന ഭ്രാന്തൻ മരുന്ന് ഉപയോഗിച്ച് മനോനില തെറ്റിയ ചെറുപ്പക്കാരൻ നല്ല തിരക്ക് പിടിച്ച അങ്ങാടിപ്പുറം റോഡിലൂടെ നീലയും വെള്ളയും പെയിന്റ് അടിച്ച ബസ് വരുമ്പോൾ ഇതേ അവസ്ഥയിലുള്ള ചെറുപ്പക്കാരൻ ആ ഉരുണ്ടു വരുന്നത് അർജന്റീനയുടെ ബോളാണെന്ന് കരുതി നടുറോട്ടിലേക്ക് കയറി നിന്ന് ആ ബസ്സിന്റെ ചില്ലിലേക്ക് കൂപ്പുകുത്തി, അല്ലെ, ചാടി കയറിയ ഒരു വാർത്ത. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മളെന്താണ്, അമേരിക്കയിലല്ല,
നടക്കുന്നത് നമ്മുടെ തൊട്ടടുത്ത ജില്ലയായിട്ട് തൊട്ടടുത്ത സ്ഥലമായിട്ടുള്ള ഈ പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഈ പറയുന്ന മയക്കുമരുന്നുകളുടെ അമേരിക്കയും അതുപോലെ തന്നെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ റിപ്പോർട്ടുകൾ പറയുന്നത് ഇത്തരത്തിലുള്ള ഡ്രഗ്സുകൾ ഉപയോഗിച്ചു കൊണ്ടുണ്ടാവുന്ന ഭവിഷ്യത്തുകളാണ് അവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രയാസം. എന്താണ് ഇത്തരം സിന്തറ്റിക് ഡ്രഗ്സ് ഏത് ഉപയോഗിച്ചാലും നമുക്ക് എല്ലാവർക്കും അറിയാം അടുത്ത തലമുറയിലേക്കാണ് അതിൻ്റെ ദോഷമുണ്ടാകുന്നത്, അല്ലെ? മദ്യപാനിയായിട്ടുള്ള ഒരു മനുഷ്യന്റെ അവന് ജനിക്കുന്ന കുട്ടിക്ക് ആ അവന്റെ ഡി എൻ എയിലൂടെ ആ ഉണ്ടാകുന്ന കുഞ്ഞിനും ഈ മദ്യപാനത്തിന്റെ സ്വഭാവം ഉണ്ടാകുമെന്ന് ഞാൻ പറയുന്നതല്ല, ശാസ്ത്രം പറയുന്നത്, അല്ലെ? അതുകൊണ്ടാണ് ആ സമയത്ത് പ്രത്യേകിച്ച് വനിതകളാണെങ്കിൽ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ഇത് കഴിക്കരുതെന്ന് പ്രത്യേകിച്ച് പറയുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഉള്ള ആളുകൾക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് ഇതുപോലുള്ള ജന്മന വൈകല്യങ്ങളും ജനിതക തകരാറുകൾ സംഭവിക്കുകയും ജനിതക തകരാറുകളുള്ള മക്കൾ ജനിക്കുകയും ചെയ്യുന്നു. ഈ പറയുന്ന പോലെ ഉണ്ടാകുന്ന അവസ്ഥകൾ ഒരിക്കലും ഒരു മരുന്നിനും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റാത്തതാണ്. ആവർത്തിച്ച് ഞങ്ങൾ നിയമപരമായ പ്രശ്നത്തെക്കാൾ ഉപരി ഒരു കുട്ടി ഒരു വീട്ടിൽ ഇത്തരത്തിൽ ഇപ്പൊ നമ്മുടെ നാട്ടിലും നമ്മുടെ അറിവിലൊന്നും ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു, അങ്ങനെ ആവട്ടെ എന്നും. പക്ഷേ എന്നെ സംബന്ധിച്ച് ഒരുപാട് ഈ തൃത്താല പ്രദേശത്ത് ഒരുപാട് കേസുകൾ നമുക്കറിയാം. എന്താണ് അവസ്ഥ? കരഞ്ഞുകൊണ്ട് വിളിക്കുന്നത് ഞങ്ങളെയാണ്. എന്തുകൊണ്ടാ? അച്ഛനോ അമ്മയ്ക്കോ ഉള്ള സ്വാധീന വലയത്തിനപ്പുറം ഇവർ മാറിയിരിക്കുന്നു. നമ്മൾ അച്ഛനും അമ്മയും പറഞ്ഞാൽ കേൾക്കുന്നവരെയാണ്. പക്ഷെ അച്ഛനും അമ്മയും പറഞ്ഞാൽ കേൾക്കാത്ത മക്കളായി ഞങ്ങളേനെ എന്ന് വെച്ചാൽ ഏതെങ്കിലും തരത്തിൽ ഒന്ന് കൊണ്ടുപോയി ജയിലിൽ അടയ്ക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും എൻ്റെ മകന് അപകടം പറ്റട്ടെ എന്ന തരത്തിൽ പ്രാർത്ഥിക്കുന്ന രക്ഷിതാക്കൾ നമ്മുടെ ഈ നാട്ടിലുണ്ട്. ഇത് ചെറിയ ഒരു സദസ്സ് അല്ലെങ്കിൽ ചെറിയ ഗൗരവമില്ലാത്ത സദസ്സ്, വളരെയധികം ഗൗരവമുള്ള ഒരു സദസ്സായിട്ടാണ് ഞാൻ കാണുന്നത്. എത്ര സിമ്പിളായിട്ട് ആളുകൾ ഇതിനെ കൈകാര്യം ചെയ്താലും സമീപിച്ചാലും ഏറ്റവും ഗൗരവമുള്ള ഒരു വിഷയമാണ്. നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഒരു വീട്ടിൽ 4 ആൺകുട്ടികൾ, നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഈ 4 ആൺകുട്ടികളിൽ 3 ആൺകുട്ടികൾ കൃത്യമായും ഈ പറയുന്ന സിന്തറ്റിക് ഡ്രഗ്സിനടിയ സ്ഥലമൊന്നും ഞാൻ പറയണില്ല. നമ്മുടെ അവസ്ഥയെ നമ്മൾ മനസ്സിലായി, നമ്മുടെ നാടിൻ്റെ ഒരു അവസ്ഥയെ. 4 മക്കളിൽ 3 മക്കളും സാധാരണ ഡ്രഗ് അഡിക്റ്റ് അല്ല, സിന്തറ്റിക് ഡ്രഗ്സിന് അടിമയായ 3 മക്കൾ. ഒരു മകൻ എന്തുകൊണ്ടോ ഡീവിയേറ്റ് ചെയ്ത് അവൻ കുഴപ്പമില്ലാത്ത സുബോധമുള്ള ഒരു മനുഷ്യൻ മാത്രം. എത്രയോ കേസുകൾ ഞങ്ങൾ എടുത്തിട്ടുണ്ട്, മറ്റ് ക്രിമിനൽ കേസുകൾ ചെയ്തിട്ടുണ്ട്, അവർ പോലീസ് കേസുണ്ട്, ഞങ്ങളുടെ NDPS കേസും ഞങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പലപ്പോഴും പ്രശ്നങ്ങളുണ്ടാക്കുന്നു. അവസാനം വന്നപ്പോൾ ആ ചെറുപ്പക്കാർ സ്വന്തം ഉമ്മയെ, പത്രത്തിൽ വന്നിട്ടില്ല ഈ വാർത്ത, പത്രത്തിൽ വന്നിട്ടില്ല, സ്വന്തം ഉമ്മയെ അടിച്ചു പരിക്കാക്കി വീടിന്റെ ടെറസിൽ കൊണ്ടുപോയിട്ടു. എന്നെ കരഞ്ഞു വിളിച്ചു അവിടെയുള്ള ആളുകൾ, വരണം സാർ, എന്ത് ചെയ്യാൻ പറ്റും? ഒരാളോ രണ്ടാളോ അല്ല. ആ വീട്ടിൽ ഉമ്മയുടെ ഒരു ഗതികേട് നമ്മൾ ആലോചിച്ച് നോക്കും. എന്താ ഗതികേട്? ഞങ്ങൾ ഏത് നിമിഷവും അവിടെ വരും. നമ്മുടെ നാട്ടിലെ കാര്യം പറഞ്ഞു, ഞങ്ങൾ എക്സൈസോ പോലീസോ ഏത് നിമിഷവും വരാം. പക്ഷെ ആ ഉമ്മ ഒരു ഒരു മൂകസാക്ഷിയായി സ്വന്തം മക്കൾ ഈ പറയുന്ന NDPS സബ്സ്റ്റൻസ്, ഈ പറയുന്ന നർക്കോട്ടിക് ഡ്രഗ്സ്, ഈ സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിക്കുന്നതിന് മൂകസാക്ഷിയായി നിൽക്കേണ്ട ഗതികേട് നമ്മുടെ തൊട്ടടുത്ത സ്ഥലത്ത് ഒരു ഉമ്മയ്ക്ക് വന്നിരിക്കുക. അതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം. അവിടെ ഞങ്ങൾ ചെല്ലുമ്പോൾ സ്വാഭാവികമായും ഈ പ്രദേശത്തുള്ള എത്രയോ ചെറുപ്പക്കാർ വരുന്നു വാങ്ങുന്നു. എന്താണ് ഇതിന് കാരണം? എന്തുകൊണ്ടാണ് ഈ കുട്ടികൾ ഇങ്ങനെ പോകുന്നത്? ഒരു കൗതുകത്തിന്, ഒരു നേരം പോക്കിന്, ഒന്നാളാകാൻ വേണ്ടി, ഒരു അനുകരണത്തിന്റെ ഫലമായി, ഏതെങ്കിലും സിനിമ കണ്ട സിനിമയിലെ നായകൻ ചെയ്യുന്ന അതേപോലെ ആവാൻ വേണ്ടി മിക്ക കുട്ടികളും ആവേശം കണ്ട് വല്ലാതെ ആവേശത്തിലായി, അല്ലേ? വലിയ ആവേശമാണ് ആവേശം കണ്ടിട്ട്. പക്ഷെ പണിയൊക്കെ നമുക്കായി, അല്ലേ? അതിലെ കഥാപാത്രങ്ങൾ, അതിലെ പ്രമേയം, എല്ലാ സിനിമയെ കുറിച്ച് പറയില്ല. ജപ്പാനീസ് പാട്ട് സംഘങ്ങളുമായിട്ടുള്ള സൗഹൃദങ്ങൾ, അതൊക്കെയാണ് നമ്മുടെ മക്കളെ സ്വാധീനിക്കുന്നത്. നമ്മൾ ഈ പറയുന്നത് പോലെ രക്ഷിതാക്കൾ എത്രമാത്രം പാടുപെട്ട് അവർക്ക് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്താലും ഇവർ മാനസികമായി, അല്ലെ, നമ്മളോടൊരു കണക്ഷനും ഇല്ലാതെ ലോകത്തിന്റെ ഏതോ കോണിലുള്ള അജ്ഞാതരായ സംഘങ്ങളോടും ആളുകളോടും സൗഹൃദം സ്ഥാപിക്കുന്നു. അവിടെ നഷ്ടപ്പെടുന്നത് നമുക്ക് നമ്മുടെ മക്കളെയാണ്. അപ്പൊ നമ്മുടെ മക്കൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവർ എത്ര നേരം ഉപയോഗിക്കുന്നു, എന്താണ് കാണുന്നത് എന്ന് അറിയാനുള്ള ഒരു ശ്രമം നമ്മൾ നടത്തണം. ഈ പറഞ്ഞതുപോലെ
തെറ്റായപ്പോ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നു, ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി വീട് വിട്ടിറങ്ങിപ്പോയി. ആ വീട് വിട്ടിറങ്ങിപ്പോയി തിരിച്ച് അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് എവിടേക്കാണ് കുട്ടി പോയതെന്ന് ചോദിച്ചപ്പോ ആ കുട്ടി പറഞ്ഞ ഉത്തരം കേട്ട് നമ്മളെല്ലാവരും ഞെട്ടിയതാ. എന്താണ് ആ കുട്ടി പറഞ്ഞ ഉത്തരം? 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി വീട് വിട്ടു പോയത് ആനപ്പാപ്പാനാവാൻ വേണ്ടിയാണ് എന്നാണ്. നമ്മൾ ആരെങ്കിലും ചിന്തിക്കുമോ എങ്ങനെയാണ് ആ കുട്ടിക്ക് ചിന്ത വന്നത്? ആ കുട്ടിയെ തെറ്റുകൊണ്ട് കാര്യമില്ല. ആ കുട്ടിക്ക് ആനയുടെ ഒരു ട്രേസ് ഉണ്ട്. ഈ പറയുന്ന പോലെ മൊബൈൽ ഫോണിൽ വാട്സാപ്പ് ഗ്രൂപ്പിൽ ആന പ്രാന്തന്മാർ എന്ന് പറയുന്ന ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ആ കുട്ടി അറിയാതെ ആ ഗ്രൂപ്പിൽ അംഗമായി അവന്റെ ഒരു താല്പര്യമാണ്. പിന്നെ അവന്റെ എല്ലാ മൂവ്മെന്റ്സും നടക്കുന്നത് എന്താണ്? ഇവരാണ് നിയന്ത്രിക്കുന്നത്, ഇവന്റെ എല്ലാ മനോവികാരങ്ങളെയും. അങ്ങനെ ഒരു കുട്ടി സുപ്രഭാതത്തിൽ ആനപ്പാപ്പാനാവാൻ വേണ്ടി ഇറങ്ങി പോവുക അല്ലെ? അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. നമ്മുടെ കുട്ടി മൊബൈൽ ഫോൺ, ചെറിയ കുട്ടിയാണെങ്കിൽ ശാസ്ത്രം പറയും, ഞങ്ങളെല്ലാം ശാസ്ത്രം പറയുന്നത് ഒരു 8ാം ക്ലാസ്സിന് ശേഷമാണ് മൊബൈൽ ഫോൺ കൊടുക്കൽ പാടില്ല. ഭാവിയിലെ അസുഖം എന്ന് പറയുന്നത് ഈ സ്പോണ്ടലൈറ്റിസ് പറയുന്ന പെരടിക്കുണ്ടാവുന്ന അസുഖമാണ്, കണ്ണിനുണ്ടാവുന്ന കാഴ്ചയുമായി ബന്ധപ്പെട്ട അസുഖങ്ങളാണ്. ഇപ്പോൾ തന്നെ അതിന്റെ ഡിഫക്റ്റുകൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ, എനിക്ക് നേരനുഭവമുണ്ട്. എന്റെ കൂടെ ഞാൻ ക്യാമ്പ് കൊടുത്തിരുന്ന വോളിബോളിന്റെ ക്യാമ്പ് കൊടുത്തിരുന്ന ഒരു കുട്ടി, അവന്റെ അച്ഛൻ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ സന്തോഷത്തോടു കൂടി നല്ല വില കൂടിയ മൊബൈൽ ഫോൺ കൊടുത്തു. ഒരു കുഴപ്പമില്ലാത്ത കുട്ടിയായിരുന്നു. ആ കുട്ടി ആ മൊബൈൽ ഫോണിൽ ഫുൾ ടൈം ഗെയിം കളിച്ചു. ആ നമ്മൾ പറയില്ല, ഏതോ സിനിമയിലുള്ള ഒരു കണ്ണട പോലെ, ദിലീപ് വയ്ക്കുന്ന ഒരു കണ്ണട പോലെ ഏറ്റവും കട്ടിയുള്ള ഒരു കണ്ണട വെച്ച കുട്ടിയുടെ ഭാവി അവതാളത്തിലായിരിക്കും. 3-ോ 4-ോ ആണ് ആ കുട്ടി പഠിക്കുന്നത്. അപ്പൊ നമ്മുടെ രക്ഷിതാക്കൾ ചില ചതിക്കുഴികൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുകയും അവരെ ഒരു സംശയത്തോടു കൂടി കാണാതെ സ്നേഹത്തോടെ ഒരു ഇടങ്കൺ നോട്ടം നമ്മുടെ മക്കളോട് നമ്മൾ പുലർത്തണമെന്നാണ് പറയാനുള്ളത്. ഈ പറഞ്ഞതുപോലെ വളരെ നിസ്സാരമായ 1/2 ഗ്രാം മുതൽ 2 ഗ്രാം വരെയുള്ള സാധനങ്ങൾ മതി ഒരു കുട്ടിയുടെ ജീവിതം ഈ പറഞ്ഞ പോലെ ഇരുളിൽ പോകാൻ. എക്സൈസിനെ അല്ലെങ്കിൽ പോലീസിനെ സംബന്ധിച്ച് ജാമ്യമില്ലാത്ത വകുപ്പ് കിട്ടാനുള്ള സാധനത്തിന്റെ വെയിറ്റാണ് ഞാൻ പറഞ്ഞത്. 1/2 ഗ്രാം സാധനം അല്ലെ? ആ ഒരു 1/2 ഗ്രാം സാധനം ഈ പറഞ്ഞ പോലെ നമ്മുടെ മക്കൾ അറിഞ്ഞോ അറിയാതെയോ കൈമാറ്റം ചെയ്യുകയോ കൈവശം വെക്കുകയോ അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ജാമ്യമില്ലാത്ത കുറ്റമായി മാറുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോ പുതിയ സാഹചര്യത്തിലെ പുതിയ വെല്ലുവിളികളെ ഈ പറഞ്ഞ പോലെ നിരന്തരം ഇത്തരം കാര്യങ്ങളിൽ ഒരു ജാഗ്രത പുലർത്തുകയും നമ്മുടെ മക്കൾക്ക് ഉള്ള എന്താ പറയുക പോസിറ്റീവായിട്ടുള്ള ജീവിത ലഹരികൾ, ഇത്തരം വായനശാലകളോ അല്ലെങ്കിൽ ക്ലബ്ബുകളോ അല്ലെങ്കിൽ പൊതുപരിപാടികളോ, നമ്മുടെ മക്കൾ കാണിക്കുന്ന ഒരു വിമുഖതയുണ്ട്. പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികളോട് വായനശാലയിൽ പരിപാടിയുണ്ട് അല്ലെങ്കിൽ അമ്പലത്തിലോ പള്ളിയിലോ ഒരു പരിപാടിയുണ്ടെന്ന് പറയുമ്പോൾ ഞങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മിക്ക ആളുകൾക്കും ഒരു വിമുഖത വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് കൂടുതലാകാതെ കൂടുതൽ സൗഹാർദ്ദമായി നമ്മുടെ മക്കളെ ചേർത്ത് പിടിക്കാനും നമ്മുടെ മക്കൾക്കുണ്ടാകുന്ന ഈ ഇത്തരം മാറ്റങ്ങൾ ആദ്യമേ തന്നെ അത് കണ്ടെത്താനും തിരുത്താനും നമ്മൾ ശ്രമിക്കണം. അത് നാളേക്ക് വെക്കരുത് എന്നാണ് പറയുന്നത്. ഈ പറഞ്ഞതുപോലെ ഇതുമായി ബന്ധപ്പെട്ട ചില കേസുകളിൽ 10, 21, 18 പ്രായം മാത്രമുള്ള ഈ പ്രതികളെ ഞങ്ങൾ പിടികൂടുന്നുണ്ട്. അപ്പൊ അവിടെയൊക്കെ ഞങ്ങൾ മനസ്സിലാക്കിയത് ആ ആളുകൾക്ക് സൗഹൃദങ്ങളുണ്ട്. ഇവിടെ പ്രായപൂർത്തിയായ മക്കളുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. എന്താണ് ഈ പറയുന്ന പോലെ 21 വയസ്സുള്ള 18 വയസ്സുള്ള 3 കഞ്ചാവിന് അഡിക്റ്റ് ആയിട്ടുള്ള പ്രതികളെ പിടികൂടുകയും അവരുടെ മൊബൈൽ ഫോൺ ഞങ്ങൾ പരിശോധിക്കുകയും ചെയ്തപ്പോൾ ഞാനും നിങ്ങളുമൊക്കെ നമ്മുടെ മക്കളെ വളർത്തിയുണ്ടാക്കുന്നത് ഈ പറഞ്ഞ പോലെ വയസ്സുകാലത്ത് അല്ലെ ഏതെങ്കിലും ഒരു ധർമാശുപത്രി കൊണ്ടുപോയി ഒരു പാരസെറ്റമോൾ ഗുളിക വാങ്ങിത്തരും എന്നുള്ള പ്രതീക്ഷയിലാണ്, വേറൊന്നും ചെയ്യണ്ട. എന്നാൽ ഇന്ന് കാലം മാറി. ഈ പറയുന്ന 12, 13 വയസ്സുള്ള മനോനില തെറ്റിയ മക്കളെ അവരുടെ കയ്യും പിടിച്ച് ഏതെങ്കിലും മെന്റൽ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്ന ഗതികേടാണ് നമുക്ക്. ഇത് ഞാൻ പറയുമ്പോൾ പക്ഷേ നമുക്ക് ആർക്കും അത്ര കണ്ട് ഉൾക്കൊള്ളാൻ കഴിയില്ല. പക്ഷെ രക്ഷിതാവെന്ന നിലയിൽ എനിക്ക് ആ ഗതികേട് വന്നിട്ടില്ല. പക്ഷെ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ എത്രയോ സമനില തെറ്റിയ ആളുകളെ മദ്യത്തിനും മയക്കുമരുന്നിനും അഡിക്റ്റ് ആയിട്ടുള്ള നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരെ കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ കുട്ടികൾക്കുണ്ടാകുന്ന സൗഹൃദം ശ്രദ്ധിക്കണം. എന്താ പെൺകുട്ടികൾ ഞാൻ പറഞ്ഞത് ഏറ്റവും ഗൗരവമായിട്ട് എനിക്ക് തോന്നുന്നു. എന്താ കഞ്ചാവിന് അഡിക്റ്റ് ആയിട്ടുള്ള, കഞ്ചാവ് ഉപയോഗിക്കുക മാത്രമല്ല കഞ്ചാവിന് അഡിക്റ്റ് ആയിട്ടുള്ള 3 ചെറുപ്പക്കാർ. ആ 3 ചെറുപ്പക്കാരുടെ ഫോണുകൾ പരിശോധിച്ചപ്പോൾ ഈ പറയുന്ന പോലെ ഞങ്ങൾ ഒരു രക്ഷിതാവ് എന്ന നിലയിൽ തകർന്നു പോകുന്ന സാഹചര്യം. +2 പഠിക്കുന്ന സുഹൃത്തുക്കൾ, പെൺ സുഹൃത്തുക്കൾ അവർക്കുണ്ട് എന്ന് മാത്രമല്ല
ആ കുട്ടികളുടെ വീട്ടുകാരുമായി സംസാരിച്ചപ്പോഴാണ് അവർ തകരുന്ന, അല്ലെ, മനസ്സാകെ തകരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത്. നമ്മുടെ കൺമുന്നിൽ ഇരുന്നുകൊണ്ട്, അല്ലെ, അവർ സംസാരിക്കുന്നു, വാട്സപ്പിൽ സംസാരിക്കുന്നു, മറ്റു കാര്യങ്ങൾ സംസാരിക്കുന്നു. അങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മൾ അറ്റ്ലീസ്റ്റ് അവരുടെ ആ മുഖത്തേക്കൊന്ന് നോക്കാൻ, അല്ലെ, ഈ പറഞ്ഞത് അമിട്ടുപെട്ടുന്ന പോലെ അവരുടെ കണ്ണുകളിൽ ഇങ്ങനെ ഒരു എന്താ പറയാ ഒരു പ്രകാശം പരത്തുന്ന തരത്തിലുള്ള മുഖഭാവങ്ങളിൽ, അല്ലെങ്കിൽ നമ്മുടെ കുട്ടി മൊബൈൽ ഫോണുമായി ഒറ്റയ്ക്കിരിക്കുന്ന ഒരു സാഹചര്യം, ഒറ്റയ്ക്ക് സംസാരിക്കുന്ന സാഹചര്യം, ഏകാന്തമായ സാഹചര്യം, ഈ സാഹചര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. പുതിയ കാലത്ത് പലതരത്തിലുള്ള ലഹരികളാണ് എന്നുള്ളത് ഈ പറഞ്ഞതുപോലെ ഞങ്ങളെപ്പോലും കാണാത്ത, നേരത്തെ പറഞ്ഞല്ലോ, പല ഡിഗ്രിയുടെയും പേരിലാണ് ലഹരി പദാർത്ഥങ്ങൾ അറിയപ്പെടുന്നത്. കാണാത്ത തരത്തിലുള്ള പദാർത്ഥങ്ങൾ പലതരത്തിൽ ജ്യൂസുകളിൽ മറ്റ് പാനീയങ്ങളിലൊക്കെ കലർത്തി നൽകുന്ന സാഹചര്യം, അത് കേസാവുന്ന സാഹചര്യം, അതിന് അഡിക്റ്റ് ആവുന്ന സാഹചര്യം, ആൺ പെൺ വ്യത്യാസമില്ലാതെ ആൺകുട്ടികളെ പ്രേരിപ്പിക്കുന്ന പെൺകുട്ടികളും നിരവധി നമ്മുടെ പ്രദേശത്തെ സ്കൂളുകളിലും പരിസരങ്ങളിലും കാണുന്നു എന്ന ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളും ഒക്കെ ഈ പറയുന്ന പോലെ ഞങ്ങളുടെ രഹസ്യാന്വേഷണങ്ങളിൽ ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ വീട്ടിലുള്ള ആൺ പെൺകുട്ടികളായിക്കൊള്ളട്ടെ, അവരെ ഒന്ന് നിരീക്ഷിക്കാനും, അവർക്കതറിയില്ല, അവർക്കതിന് വരും വരായികളെ കുറിച്ച് അവർക്ക് അത്ര ബോധ്യമല്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാകണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. അതുകൊണ്ട് ഇനി എന്തെങ്കിലും കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സംശയമായിട്ട് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലത്തേക്ക് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും.